ഇതെന്താ മുരട്? ഇത് തേച്ച എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ക്ലാരിഫൈ ചെയ്ത് എന്നാ കുറച്ച് തേച്ചടാ. എത്ര രൂപ? അത് 4000. എന്റെ പൊന്നെ മൊണാൾട്ട്. ഈ ഫോൺ കോളിലായിരുന്നു ഞാൻ വർഷക്കുട്ടി വിളിക്കാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കാരണം പറഞ്ഞുതരാം, മച്ചാൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് യെസ്, എന്താണ് ആ നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുന്നേ, അതായത് പോയിട്ട് 2 വർഷമായി പോയിട്ട്, ആൻഡ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ സിസ്റ്ററും ഫാമിലിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വ്ളോഗിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അബിയും അല്ലുവും നെസ്സേച്ചിയും അവർ 3 പേരെ വരുന്നുള്ളൂ. അളിയൻ സൗദിയിലാണ്, ബാബുക്ക വരുന്നില്ല. എന്തായാലും അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. അവരെ കാണിച്ചു തരാം. എല്ലാവർക്കും ഈ വ്ളോഗിലൂടെ ഇന്ന് സർപ്രൈസ് കൊടുക്കുകയാണ്. ഉമ്മാക്ക് അറിയില്ല, ശബാനയ്ക്ക് അറിയില്ല, കുട്ടിക്ക് പിന്നെ വീഡിയോ കോളിലൂടെയൊക്കെ അവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇന്ന് ഈ വ്ളോഗിലൂടെ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. വീട്ടിൽ ഒക്കെ നൈസായിട്ട് ഇവരെ അറിയാതെ കൊണ്ട് കയറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ പോയി പിക്ക് ചെയ്യാം. യാ, സർപ്രൈസ് ആയ മെസ്സേജ്. ഓ അബീത്തി 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 എന്തറിയാമോ? ആരാ? അബിയത്തി. അബിയത്തി ഒരു ഉമ്മ എടുത്തേ അബിയത്തിക്ക്. ഒരു ഉമ്മ, ഒരു ഉമ്മ. ഓ ഓ പടത്തിന് വരാതെ നിങ്ങൾ പടത്തിന് താങ്ക്സ്. ഞാനാ പടക്കേണ്ടത്. മുടിയൊക്കെ അതിനുശേഷമാണോ പൊങ്ങിയത്? ഒരു പടത്തിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെന്നറിയാമോ? ഒരുപാട് ഞാൻ പാടുപെട്ടു.
ഇവന് ഒടുക്കത്തെ സ്നേഹം എന്നോട്. ഇവൻ എന്നെ കൊണ്ടുപോയ ബോട്ട് വെങ്കട് പ്രഭു പോലും 2 തവണ കണ്ടിട്ടില്ല. അതോ ഇവൻ കണ്ടിട്ടുണ്ട്. എന്റെ അല ഇവൻ. വാട്ട്സ് ഇൻ മൈ കവർ. ഇസ്ലാമി ഗംഗയുടെ കവറിന്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണത്? ഐലൈനർ. ഇത് ആപ്പിൾ സിഡർ വിനാഗർ ആൻഡ് ജിഞ്ചർ ഷാംപൂ. നിന്നെ സാധാരണ ഇവിടെ അല്ലല്ലോ ഇരിക്കുന്നത്, നീ കാണാറ്. മച്ചാൻ എന്താ മച്ചാനെ, ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ ചെന്നിരിക്കുന്നു. ഒരുപാട് പേര് നിന്നെ കമന്റിലൂടെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് എന്താ പറയാനുള്ള? എല്ലാവരോടും സന്തോഷം മാത്രം, അത്രേ ഉള്ളൂ. സന്തോഷം. ഒരുപാട് പേര് ഇവനെ അന്വേഷിക്കുന്നുണ്ട് കമന്റിലൂടെ. പിന്നെ ഇതാണ് ഐറ്റം. മറന്നുപോയി. ഗംഗയുടെ ബാഗിനുള്ളിൽ നീ തന്നെ എടുക്കണോ? ഞാൻ എടുത്താ പോരെ? ഓക്കെ. അപ്പൊ മുരട്. ഇതെന്താ മുരട്? ഇത് തേച്ച മുരട്. അത് മറ്റേ ജെറാൾഡ് അല്ല, മോൾ എന്താ മൊണാൾട്ട് എന്ന് പറയില്ലേ? അതിന്റെ വേറൊരു സാധനം. നമ്മുടെ വാക്കാണ്. ഓക്കെ, മൊണാൾട്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ക്ലാരിഫൈ ചെയ്ത് എന്നാ കുറച്ച് തേച്ചേടാ, ഒന്ന് ക്ലാരിറ്റി എന്നിട്ട് വൈഫിനെ വിളിച്ചു നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാം. ഇതെന്താ മോളെ, ഇത് എവിടെ ഇടേണ്ടേ? മോളെ ഈ കുറുമ്പൻ ഇട്ടാ കുഴപ്പമല്ലോ ഉണ്ടോ? ഇത് എത്ര രൂപയുടെ? എന്താണ് ഇത്? എത്ര രൂപ? പൊന്നെ മൊണാൾട്ട് 200 രൂപ ഉണ്ടാ? ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവാം. എടാ ഇത് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോവാം. ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കോടാ. എന്താ ഡയറക്ടർ ബ്രില്യൻസ് ചിരിക്കുന്നത്? ഞാൻ വേറൊരു കാര്യം ആലോചിക്കുന്നു. എന്താ ആരെ ഞാൻ വിളിച്ചിട്ട് പറയാം. ഇത് ആരിട്ട് തരും എനിക്ക്? എനിക്ക് മറ്റേ സലീം കുമാർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹമ്പിളിന് ഹൃദയാഘാതം വരും ഇത് കാണുമ്പോ. എനിക്ക് മുട്ട കൊണ്ടുതരും. മുട്ട കൊണ്ടുതരുമ്പോ ഞാൻ പുഴുങ്ങി. അവന്റെ മുരട്ട് കൈയാണ് ഈ മുരട്, അല്ലാതെ ഇടുന്ന നല്ലത്. മുരട്ടറിയില്ലേ? അതിന്റെ ഇത് കളഞ്ഞു. എനിക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ചേരം കണ്ടുകൂടാ. എല്ലാം പോട്ട് വാർണിഷ് ഇട്ടവരുണ്ട് വെച്ചാൽ. എന്താടാ എന്നെ ഒതുക്കൂടാ പട്ടി. എന്തായാലും നിക്കയിലെ പ്രോഡക്റ്റ് കൊള്ളാം. ഈ 4000 രൂപയുടെ സാധനമൊക്കെ ചെയ്യിച്ചിട്ടാണ് മൊണാൾട്ടെ നീ ഇങ്ങനെ മുറാഡിന്റെ ബ്രാൻഡ് അംബാസഡർ. വീട് വെക്കാൻ വെച്ചേക്കുന്ന 1ാം നിലയിലെ സാധനം മൊത്തം സത്യം. സോറി കേട്ടോ, അത് സിമന്റ് ആണ് ഇരിക്കുന്നത്. അത് എത്ര എന്റെ കമ്പ? അത് ഫ്രീ കിട്ടുന്നതാണ്. വില അവൾ ഊരി കളഞ്ഞു. ഓർഡർ ചെയ്ത് വന്നല്ലോ പെട്ടെന്ന്. പച്ചവെള്ളം ഇതൊക്കെ ഇവിടെ ഇത്ര സ്പീഡാ? എന്താ മൊണാൾട്ട്? അർബൻ സ്പേസിലെ ബീഫ് കഴിച്ചു നോക്കണം നീ. ഇത് കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബീഫ് ആണോ? കിട്ടില്ല സാധനമാണ്. ടൊവീനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൊവീനയ്ക്ക് പോലും അറിയില്ല. ടൊവീനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൊവീന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആന്റണി പ്രിപ്പയർ. ടൊവിനോയ്ക്ക് അറിയാവോ ഇത്? ടൊവീന വാശിയുടെ സെറ്റില് ഇവിടെ വന്ന് റൂമിൽ നിന്നപ്പോൾ സ്ഥിരം ബീഫ് ഓർഡർ ചെയ്തോണ്ട് ഇത് ഇവിടത്തെ അടിപൊളി സാധനമാണ്. പക്ഷെ നമ്മളെ കിട്ടുന്ന സാധനമാണ് കാർത്തി പറഞ്ഞാൽ. പക്ഷെ കാർത്തിയുടെ ഈ 2 വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മളെ ഉറപ്പല്ലേ? അതെ, പൊളിക്കും. നീ എന്റെ എന്തിലുണ്ട്? അടിച്ചു പൊളിക്കൂന്നാ പറഞ്ഞത്. അതെ, നീ എന്റെ എന്തൊക്കെയോ ഈ പയ്യൻ ആലോചിക്കുന്നത്. കല്യാണം കഴിഞ്ഞ്. അതെ, ആ കല്യാണം കഴിഞ്ഞത് എങ്ങനെയെങ്കിലും ആണെന്ന് വിചാരിക്കാം. അന്നേ എല്ലാം മുടങ്ങി പെണ്ണിനെ വിളിച്ചോണ്ട് പോവേണ്ടതായിരുന്നു. പെണ്ണിന്റെ ഫാമിലി മൊത്തം ജറ്റിയിട്ടുണ്ടാ പോയത്. കേട്ടോ മോളെ, നിനക്കറിയാലോ. ഞാൻ കണ്ടിട്ടുണ്ടത്. ആണോ? ഞാൻ കണ്ടതാ. അത് കുടുംബം മൊത്തം ജറ്റിട്ടുണ്ടോ പോകുന്ന അവസ്ഥയായിരുന്നു. 10 രൂപയ്ക്ക് ഒരു വിറ്റ്. അവസാനം മുഖം മറയ്ക്കാനില്ല, തുണിയില്ല, അതും വിട്ടോണ്ടാ പോയത്. അത് കഴിഞ്ഞെന്തോ തന്നില്ലേ? അതും കഴിഞ്ഞും തന്നു. അപ്പം ഇതൊക്കെ ഞാൻ വെച്ചിട്ട് വെറുതെ ഇരിക്കണോന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരു കൊച്ചിന്റെ അച്ഛനായി പോയില്ലേ, അതും ആലോചിക്കും. അതിലാണ് അവൻ രക്ഷപ്പെടുന്നത്. പക്ഷെ കമ്മിറ്റി ശക്തമായി പുറകിൽ നിന്ന്
പോകുന്നുണ്ടല്ലേ? ഇവനൊന്നും മിണ്ടില്ല. നാരായണൻകുട്ടിയുടെ കല്യാണത്തിന് പണി കൊടുക്കണ്ടേ? വേണ്ട അച്ഛനെ, പാവം ചെറുകെ. എടാ ഇവൻ ഇങ്ങനെ നീ കണ്ടിട്ടുണ്ടോ? എന്താ പറഞ്ഞ പാവം ചിക്കൻ വെച്ചാന്. പണി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രാചീനമായ ഏർപ്പാടാണ്. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇത്രയും താത്വികമായി സംസാരിക്കുന്ന കാർത്തികേട്ടനെ ഞാൻ സത്യം ഈ 5 മിനിറ്റിന് മുന്നേ കണ്ടത്. കാർത്തിക്കിന്റെ അച്ഛനൊക്കെ മുന്നിരുന്ന് സംസാരിക്കും പോലെ സത്യം. അച്ഛൻ വരെ പറഞ്ഞു കൊടുക്കണം മോനെ, പക്ഷേ കല്യാണത്തിന്റെ താലി കെട്ട് കഴിഞ്ഞ് അവൻ ആ മണ്ഡപത്തിൽ കാണരുത്, വേണമെങ്കിൽ എടുത്തോണ്ട് പൊയ്ക്കോളൂ. ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് സപ്പോർട്ട് വരെ ഉണ്ട്. അതെ കൊച്ചച്ഛൻ എന്നിട്ട് കൊച്ചച്ഛൻ കണ്ണ് നിറയണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൊച്ചച്ഛനോട് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയില്ല. ബ്രോന് പ്ലേറ്റ് വന്നുവല്ലേ? അവൻ സംസാരിച്ച് തീരും പിന്നെ കഴിച്ചു തീർത്തത്. ബീഫും കാണാനില്ല. ബ്രോ പച്ച സെറ്റായോ മറ്റേ കല്യാണത്തിന് കാർത്തിക് സൂര്യയുടെ? ഇല്ല. ഫോളോ അടിച്ചു. അപ്പൊ ആ കൊച്ചു തിരിച്ച് ഫോളോ അടിച്ചോ? തിരിച്ച് ബ്ലോക്ക് ചെയ്തു. എനിക്കറിയില്ല. വർഷയുടെ കൂട്ടുകാരിയെ നോക്കിയ ആളാണ് ഇത് ഒരുക്കുന്നത്. ആ കൂട്ടുകാരി പറയുന്ന എനിക്ക് ഇനി നോക്കേ വേണ്ട, ജീവിതത്തിൽ ആരെയും നോക്കണ്ടെന്ന് പറഞ്ഞ ആ കൊച്ച് അങ്ങനെ. ഇവ എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ മൊത്തം ഞാൻ അന്വേഷിച്ചു. ഓ ഈ ഫോൺ കോളിലായിരുന്നു. ഞാൻ വർഷക്കുട്ടി വിളിക്കാണ്. ഇല്ല, ഞാൻ നിന്നെ അന്വേഷിച്ചു പോയത്. നീ എവിടെ എങ്ങോട്ട് പോയത്? കാട്ടിൻ്റെ ഇടയിലോ? ഇവിടെ ഈ ഇടയ്ക്ക് എൻ്റെ വണ്ടി ഒന്ന് വേറൊരു പയ്യൻ വന്ന് മുട്ടി ഈ ഒരു അവസ്ഥയായി. ആൻഡ് ഈ ലോക്ക് തുറന്ന നീ വണ്ടിക്കകത്ത് കയറി. ഓ ഇതാണ് എൻ്റെ അവസ്ഥ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരിയാക്കണം. കാരണം ജാമായിരിക്കാണ് വണ്ടി. ഉണ്ടല്ലേ? വ്ളോഗിലൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നീ മുതലാളിക്ക് വേണ്ടി ഒഴിഞ്ഞ് ഇടുന്ന. അയ്യോ ഞാനിപ്പം മുതലാളി എൻഗേജ്മെന്റ് ആയിട്ട് ഹെയറിലാണ് എന്റെ ഡാൻസ്. മുതലാളിക്ക് വേണ്ടി മൊത്തം ശരീരം ഒഴിഞ്ഞിട്ട് നിന്നെ അല്ലേ? മുതലാളിക്ക് വേണ്ടി കല്യാണം കഴിക്കണല്ലേ? അപ്പൊ 35 വയസ്സ് കഴിഞ്ഞിട്ട് കഴിക്കണം. ഇപ്പൊ എത്രയായി? 33. അന്ന് 35 എന്താ കണക്ക്? പഴയ കിട്ടുള്ളൂ. ഉറപ്പാണോ? ഒന്ന് തപ്പിയൊക്കെ നോക്കൂട്ടെ. ഇവിടെ ഒന്നും കിട്ടാനില്ല. എന്താ പിള്ളേർക്കൊന്നും വേണ്ട. പിള്ളേർ എവിടെ ഇല്ലല്ലോ, നമ്മളൊന്ന് തപ്പി ഇറങ്ങണം. നമ്മൾ ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് പോയി നമ്മളിങ്ങനെ കാലിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങാനുള്ള സമയം കിട്ടുന്നില്ല. മലപ്പുറം, കോഴിക്കോട്. ഓ ശരിയാണ്. മുതലാളി അതിന് സമ്മതിക്കണ്ട. മുതലാളി പിന്നെ ഇടയ്ക്ക് പറഞ്ഞു 5-6 ദിവസം ലീവ് എടുത്തോളാൻ പറഞ്ഞു. തപ്പാൻ വേണ്ടി പോലീസ് പിടിക്കൂടാ നിന്നെ? ഓക്കെ ശരി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ചെയ്തോ അത്ര തന്നെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ചിരിപ്പിക്കും വ്ളോഗുമായിട്ട് എത്തുന്നതായിരിക്കും. ലവ് യു ഗൈസ്.